കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർനിവേദ്യം എല്ലാം കഴിഞ്ഞ് ഉണ്ണിക്കണ്ണൻ്റെ ശ്രീകോവിൽ നട തുറന്നു. അതാ ആ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് അതാ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് കണ്ടാൽ ഒരു കുസൃതിയൊക്കെ ഒപ്പിച്ച് നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നും. അത്ര ഒരു ചെറിയൊരു കള്ള തരത്തിലുള്ള ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയാണിന്ന് ഭഗവാൻ അലങ്കാരം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് കണ്ണൻ. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപം കണ്ട എല്ലാ ഭക്തന്മാരും കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് നാരായണനാമം ചൊല്ലി ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകും. ആ കണ്ണൻ്റെ ആ കള്ളത്തരത്തോടു കൂടിയുള്ള പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ കുസൃതി രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ. ഒരു നിമിഷം കണ്ണടച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. അതാ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു. ആ കണ്ണനെ അവിടെ കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനുമായി ഒന്ന് സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ആ സ്നേഹത്തോട് കൂടിയിട്ട് ആ കണ്ണനെ വിളിച്ചോളൂ, നാരായണ നാരായണ നാരായണ. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമ്മുടെ അടുത്ത് വരും. ആ കണ്ണൻ എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ. അത്യുത്തമമാണ് ഈ മന്ത്രജപം. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യങ്ങളും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സും ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചാൽ. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം. കലികാലത്ത് സാധാരണക്കാരായ ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ മന്ത്രം, അമൂല്യ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ. യാതൊരു സങ്കോചവും വേണ്ട. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.